അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ശത്രുക്കൾ എനിക്കെതിരായി വമ്പ് പറയാതിരിക്കട്ടെ. അങ്ങേ ശരണപ്പെടുന്നവരാരും ലജ്ജിക്കുകയില്ല. അധർമ്മികൾ അവരുടെ വ്യർത്ഥതയിൽ ലജ്ജിക്കും. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ ഊടുവഴികൾ എന്നെ കാണിക്കണമേ. സത്യത്തിലൂടെ നടത്തി എന്നെ പരിശീലിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ ദൈവവും രക്ഷകനും. എല്ലാ ദിവസവും അങ്ങേക്കായി ഞാൻ കാത്തിരിക്കും. കർത്താവേ, ആദ്യം മുതൽ ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ കൃപയും കാരുണ്യവും അനുസ്മരിക്കണമേ. എന്റെ ചെറുപ്പകാലത്തെ തെറ്റുകൾ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ കാരുണ്യാധികത്താൽ എന്നെ ഓർക്കണമേ. ദൈവമേ, അങ്ങ് കൃപാനിധിയാണല്ലോ. കർത്താവ് നല്ലവനും നീതിമാനുമാകുന്നു. പാപികളെ നേർവഴിയിൽ നയിക്കുന്നു. വിനീതരെ നിയമത്തിന്റെ വഴിയിൽ നടത്തുന്നു. ദരിദ്രരെ തന്റെ മാർഗം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും നിയമവും തേടുന്നവർക്ക് അവിടുത്തെ വഴികളെല്ലാം കൃപയും സത്യവുമാകുന്നു. കർത്താവേ, എന്റെ ദുഷ്ടതയുടെ ആധിക്യത്തിൽ നിന്ന് തിരുനാമത്തെ പ്രതി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തെ ഭയപ്പെടുന്നവനാരാണ്? താൻ തിരഞ്ഞെടുത്ത മാർഗം കർത്താവ് അവനെ പഠിപ്പിക്കും. അവന്റെ ആത്മാവ് കൃപയിൽ വസിക്കും. അവന്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിന്റെ ചിന്ത തന്റെ ഭക്തരെ കുറിച്ചാകുന്നു. തന്റെ ഉടമ്പടി അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തുന്നു. എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്കാണ്. അവിടുന്ന് എന്റെ പാദങ്ങൾ കെണിയിൽ നിന്ന് മോചിക്കും. കർത്താവേ, എന്നിലേക്ക് തിരിയണമേ.
എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ ഏകാകിയും നിസ്സഹായനുമാകുന്നു. എന്റെ ഹൃദയവിധകൾ ഏറെയാകുന്നു. ക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ. എന്റെ അധ്വാനവും അടിമത്തവും പരിഗണിക്കണമേ. എന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമേ. എന്റെ വൈരികൾ വർദ്ധിച്ചിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എന്റെ ആത്മാവിനെ കാക്കണമേ. എനിക്ക് മോചനമേകണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അങ്ങേ ഞാൻ നോക്കി പാർത്തതിനാൽ പരമാർത്ഥ ഹൃദയരും നിഷ്കപടരും എന്നോട് ചേർന്നു. ദൈവം ഇസ്രായേൽ ജനത്തെ എല്ലാ മർദ്ദകരിൽ നിന്നും രക്ഷിച്ചു. കർത്താവേ, എനിക്ക് ന്യായം നടത്തി തരണമേ. ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ വ്യാപരിക്കുന്നു. അങ്ങിൽ ആശ്രയിക്കുന്നതിനാൽ ഞാൻ ചഞ്ചലപ്പെടുകയില്ല. അങ്ങ് എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ ശരീരവും ഹൃദയവും പരിശോധിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ടല്ലോ. ഞാൻ വിശ്വസ്തതാപൂർവം വ്യാപരിക്കുന്നു. ദുഷ്ടരോടൊപ്പം ഞാൻ ഇരുന്നില്ല. ദുഷ്കർമ്മികളുടെ സംസർഗം തേടിയില്ല. അധർമ്മികളുടെ സംഘത്തെ ഞാൻ വെറുക്കുന്നു. ഭോഷരോടൊപ്പം ഞാൻ വ്യാപരിച്ചില്ല. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുന്നതിന് അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നതിനുമായി തന്നെ. കർത്താവേ, അങ്ങയുടെ ആലയത്തിലെ ശുശ്രൂഷയും അങ്ങയുടെ മഹത്വം കുടികൊള്ളുന്ന സ്ഥലവും ഞാൻ ഇഷ്ടപ്പെടുന്നു. പാപികളോടുകൂടെ എന്നെ നശിപ്പിക്കരുതേ. രക്തദാഹികളോടുകൂടെ എന്റെ ജീവൻ അടയ്ക്കരുതേ. അവരുടെ കൈകളിൽ വഞ്ചനയാണ്, വലം കൈ നിറയെ കൈക്കൂലിയും. ഞാനോ ഹൃദയ പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നേർവഴിയിൽ ഞാൻ കാലുറപ്പിച്ചിരിക്കുന്നു. സഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ ശക്തിയാകുന്നു. ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം? ദുഷ്ടരും എതിരാളികളും വിരോധികളും എന്നെ വിഴുങ്ങാൻ സമീപിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു. എനിക്കെതിരെ സൈന്യവ്യൂഹം പാളയമടിച്ചാലും യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല. പ്രത്യാശയുള്ളവനായിരിക്കും. ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ വസിക്കണം. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കണം. അവിടുത്തെ ആലയം സന്ദർശിക്കണം. ആകുലവേളയിൽ അവിടുന്ന് തന്റെ അരികിൽ എനിക്ക് അഭയമരുളും. തന്റെ കൂടാരത്തിന്റെ നിഴലിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തി നിർത്തും. എന്റെ വലയം ചെയ്തിരിക്കുന്ന വൈരികൾക്കുപരി ഇനിമേൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ സ്തുതിയുടെ ബലികൾ അർപ്പിക്കും. അവിടുത്തെ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവേ, ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ എന്റെ സ്വരം ശ്രവിച്ച് എന്നിൽ കനിയണമേ. എനിക്ക് ഉത്തരം അരുളണമേ. കർത്താവേ, എന്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു. ഞാൻ അങ്ങയുടെ തിരുമുഖം തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. എന്റെ സഹായകനായ കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നെ കോപത്തോടെ ശിക്ഷിക്കരുതേ. എന്റെ ദൈവമേ, എന്റെ രക്ഷക, എന്നെ തിരസ്കരിക്കരുതേ. എന്നെ കൈവെടിയരുതേ. എന്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു. കർത്താവാകട്ടെ എന്നെ സ്വീകരിച്ചു. കർത്താവേ, അങ്ങയുടെ മാർഗം എന്നെ പഠിപ്പിക്കണമേ. നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരികൾക്ക് എന്നെ ഏൽപ്പിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ അണിനിരക്കുന്നു. അവർ തിന്മ സംസാരിക്കുന്നു. ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ നന്മ ദർശിക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുവേൻ.
നിങ്ങളുടെ ഹൃദയം ശക്തി യാചിക്കട്ടെ. കർത്താവിൽ ആശ്രയിക്കുവേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, കർത്താവിൻ തിരുവാഗ്ദാനം, പാവന റൂഹായാഗതനായി മിശിഹാതൻ പ്രിയ സ്നേഹന്മാർ, ദിവ്യജ്ഞാന വിഭൂഷിതരായി റൂഹാ നൽകിയ ദാനത്താൽ ജ്ഞാനത്തികവു വരിച്ചവരാം സ്നേഹന്മാർ വഴി ലോകത്തിൽ സഭയായി തീർന്നൊരു ശിഷ്യഗണം. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സകല ജനത്തെയും ഒരുപോലെ സത്യത്തിൻ തിരുമാർഗത്തിൽ അണിയായി ചേർത്തു സ്ലീഹന്മാർ, ദൈവിക രാജ്യപ്രതിനിധികൾ. സുവിശേഷത്തിനു വേണ്ടിയവർ പീഡകൾ അനവധിയേറ്റതിനാൽ ആശ്വാസപ്രദനാം റൂഹ സാന്ത്വനമായി വസിച്ചവരിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റൂഹാവന്നു വസിക്കായിൽ നരവംശത്തിൻ ശത്രുവിനാൽ ദുർബലരായി സ്ലീഹന്മാർ അപജയമേറ്റു തകർന്നേനെ. വാഗ്ദാനത്തിൻ പൂർത്തിക്കായി റൂഹാശ്ലൈഹിക വൃന്ദത്തിൽ സദയമിറങ്ങി വസിക്കുകയാൽ ത്രിത്വസ്തുതികൾ പാടിയിടാം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അപരാധം നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ. എൻ്റെ അപരാധങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ സുസ്ഥിര ചൈതന്യം എന്നിൽ നവീകരിക്കണമേ. തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധ ചൈതന്യം എന്നിൽ നിന്ന് തിരികെ എടുക്കരുതേ. അങ്ങയുടെ ആനന്ദവും രക്ഷയും എനിക്ക് വീണ്ടും തരണമേ. അങ്ങയുടെ സ്തുത്യമായ ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗ്ഗപിതാവിൻ സവിധത്തിൽ നിത്യം വാഴും തിരുനാഥൻ മന്നിലയച്ചു റൂഹായി വാഗ്ദാനങ്ങൾ നിറവേറ്റി. ധൈര്യം പകരും റൂഹാതൻ ദാനം നാഥൻ നൽകുകയാൽ ധീരതയാർന്നു സ്ലീഹന്മാർ സുവിശേഷത്തിൻ സാക്ഷികളായി. സത്യത്തിൻ പ്രഭ വിതറിയിടും ദീപസമാനം സ്ലീഹന്മാർ ദൈവത്തിൻ തിരുവചനത്താൽ ദീപ്തി പരത്തി പാരെങ്ങും. ലോകം നൽകും വിജ്ഞാനം പരിമിതമെന്നു ഗ്രഹിച്ച നിശം ദിവ്യജ്ഞാന വിഭൂഷിതരായി നിവസിച്ചൂഴിയിലവരെന്നും. ശാശ്വത ശാന്തിക്കുറവിടമാം നാഥനോടൊത്തു വസിച്ചിടും സ്ലീഹന്മാരെ പ്രാർത്ഥിപ്പിൻ, പാരിൽ ശാന്തി പുലർന്നിടാൻ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയുയരട്ടെ, ആദ്യം മുതൽക്കെന്നതുപോലെ. ആമേൻ, ആമേൻ, അനവരതം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ, ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കും
സത്യാത്മാവിനെ വാഗ്ദാനം ചെയ്ത മിശിഹായേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാലുള്ള മാമോദീസ സ്വീകരിക്കുവാൻ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ആശ്വാസപ്രദനെ അയച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന് പാപപ്രതി നൽകാൻ സ്ത്രീഹന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിയ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സുവിശേഷ ദൗത്യം നിർവഹിക്കാൻ സ്ലീഹന്മാരെ നിയോഗിക്കുകയും അവരോട് കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവന്റെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ മാർത്തോമാ സ്ലീഹായെ ഭാരതത്തിലേക്ക് അയച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമാ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും